സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ അതിർത്തിയിൽ പ്രവേശിക്കാനും ഇന്ത്യൻ പ്രദേശങ്ങൾ പിടിച്ചടക്കാനും പലവിധ ശ്രമങ്ങൾ പാകിസ്ഥാൻ സൈന്യം നടത്തിയിട്ടുണ്ട്. ഇന്നും അത് ശ്രമിക്കുന്നുമുണ്ട്. അവയെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം ഉടൻ നിഷ്പ്രഭമാക്കാറാണ് പതിവ്. അമേരിക്കയും ചൈനയും അടക്കം വിവിധ ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് സൈനിക ബലത്തിന് ആയുധങ്ങളും സൈനിക വാഹനങ്ങളും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി സൈനിക സഹായം നൽകിയ തങ്ങളെ ചതിച്ച പാകിസ്ഥാൻ നടപടി നേരിൽ കാണേണ്ടി വന്നു ഒരിക്കൽ രണ്ട് അമേരിക്കൻ സെനറ്റർമാർക്ക്. ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും അമേരിക്കൻ സെനറ്ററുമായ ക്വെന്റിൻ ബർഡിക്, വാൻസ് ഹാർക്കെ എന്നിവർ ഒരിക്കൽ ഇന്ത്യൻ സന്ദർശനം നടത്തുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം പഞ്ചാബിലെ അമൃത്സറിലെത്തിയ അവർ 100ഓളം അമേരിക്കൻ നിർമ്മിത പാറ്റൺ ടാങ്കുകൾ ഒരിടത്ത് തകർന്നു കിടക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. ഇവയെല്ലാം ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത് തകർത്തവയായിരുന്നു. 1965 സെപ്റ്റംബർ 8 മുതൽ 10 വരെ ഇവിടെ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ടാങ്ക് ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലായിരുന്നു ഓപ്പറേഷൻ അസൽ ഉത്തർ. ഈ പോരാട്ടത്തിൽ ഇന്ത്യ തകർത്ത പാക് ടാങ്കുകളാണ് അമേരിക്കൻ സെനറ്റർമാർ കണ്ട് ഞെട്ടിയത്. 1965 ഓഗസ്റ്റിൽ പാകിസ്ഥാൻ സൈന്യം ആയിരക്കണക്കിന് സൈനികരെ 2-3 കശ്മീരിലേക്ക് അയച്ചു. ഇന്ത്യൻ ഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്താൻ കശ്മീരിലെ ജനങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ അനുമാനിക്കുകയായിരുന്നു. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിട്ട പദ്ധതി വിസ്മയകരമായി പരാജയപ്പെടുകയായിരുന്നു. കാരണം അവരെ സഹായിക്കുന്നതിൽ നിന്ന് അകന്ന് നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനും പിടികൂടാനും ഇന്ത്യൻ സൈന്യത്തെ സഹായിച്ചു. മാത്രവുമല്ല, പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം വെടിനിർത്തൽ രേഖ ലംഘിച്ച് പാക് സൈന്യം നുഴഞ്ഞുകയറ്റക്കാരെ അയച്ചുകൊണ്ടിരുന്ന ഹാജിപിർ പാസ് പിടിച്ചെടുത്തു. ഇന്ത്യൻ സൈന്യം കൂടുതൽ മുന്നേറ്റമോ മുസാഫറാബാദ് പിടിച്ചെടുക്കൽ ശ്രമിക്കലോ അതോ 1947 പാകിസ്ഥാൻ പിടിച്ചെടുത്ത ജമ്മു കശ്മീരിലെ മുഴുവൻ പ്രദേശങ്ങളും തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമോ എന്ന് പാകിസ്ഥാനികൾ ആശ്ചര്യപ്പെട്ടിരുന്നപ്പോൾ ഇവർ പരിഭ്രാന്തിയാണ് പരത്തിയത്. അതാണ് ഓപ്പറേഷൻ അസൽ ഉത്തർ. ഏറ്റവും ഒടുവിൽ ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിൽ പെട്രോളിംഗിനിടെ സുരക്ഷാ സേനയ്ക്കു നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ CRPF ഇൻസ്പെക്ടർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നിരുന്നു. 187 ബറ്റാലിയനിലെ ഇൻസ്പെക്ടറായ കുൽദീപ് സിംഗ് ആയിരുന്നു അന്ന് വീരമൃത്യു വരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ആക്രമണത്തിൽ ഒരു സുരക്ഷാ സേനാംഗത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. CRPF സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും സംയുക്ത സംഘത്തിന് നേരെ വൈകിട്ടായിരുന്നു വെടിവയ്പുണ്ടായത്. സുരക്ഷാ സേന ഉടൻ തിരിച്ചടിക്കുകയും ചെയ്തു. ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടി പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ജമ്മുകശ്മീരിൽ തുടർച്ചയായി ഏറ്റുമുട്ടലുകളും ആക്രമണങ്ങളും പതിവായതോടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ജമ്മുകശ്മീരിലെ തന്ത്രപ്രധാന ഇടമായ ഹൈവേകൾ ഭീകരർ ലക്ഷ്യം വച്ചേക്കാമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്.